ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു വിഷയമാണ്. രണ്ട് സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഡെവലപ്പ് ചെയ്തത്. ഭാര്യയോട് ഒട്ടിയ ഭർത്താവ്, ദൈവത്തോട് ഒട്ടിയ അമ്മ. ഈ രണ്ടുപേരുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ദൈവമക്കളായി നമ്മൾ ഒട്ടേണ്ടത് മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. സങ്കീർത്തനം 27:10 വായിക്കുന്നൊരു കാര്യമുണ്ട്, അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും കർത്താവ് നിന്നെ കൈക്കൊള്ളും. ദൈവത്തോടൊട്ടിയ ഒരു വ്യക്തിയാണെങ്കിൽ അപ്പനും അമ്മയും കൈവിട്ടാൽ പോലും അവർ തകർന്നു പോകത്തില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു കാതലായ സന്ദേശമാണ്. നമുക്കറിയാലോ, ബൈബിളിലെ ഒത്ത നടുക്ക് വരുന്ന വചനമാണ് സങ്കീർത്തനം 118:8 വചനം. ആ വചനം പഠിപ്പിക്കുന്നത് എന്താ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ആശ്രയത്വം കർത്താവിലായിരിക്കണം, മനുഷ്യരിൽ ആകരുത്. ആ രണ്ട് വ്യക്തികൾ, ഒന്ന്, ഒരു മനുഷ്യൻ സൂചിപ്പിച്ചൊരു കാര്യം, 65 വയസ്സ് എൻ്റെ ഭാര്യയ്ക്ക് പ്രായമുള്ളപ്പോൾ അവളെ ദൈവം കൊണ്ടുപോയി. 65-ാമത്തെ വയസ്സിൽ ഭാര്യ മരിച്ചു. അതിനുശേഷം എനിക്ക് പള്ളിയിൽ പോകാൻ പോലും തോന്നിയിട്ടില്ല. ഞാൻ പള്ളിയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു. എന്തുകൊണ്ട്? ഈ പ്രായത്തിൽ എൻ്റെ ഭാര്യയെ ദൈവം എടുത്തുകൊണ്ട് പോയി. അതായിരുന്നു പുള്ളി ചോദിച്ചത്. ഭാര്യയ്ക്ക് 65 വയസ്സുണ്ട്, എന്നിട്ട് പോലും അത്രയും വർഷം ദൈവം അനുവദിച്ചതെല്ലാം മറന്നിട്ട് എന്തുകൊണ്ട് ആ പ്രായത്തിൽ എടുത്തുകൊണ്ട് പോയി? ഒരു 25 വയസ്സ് പ്രായമുള്ള മകൻ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ അമ്മ സൂചിപ്പിച്ച ഒരു കാര്യം, എനിക്ക് നിരാശയില്ല. ഞാൻ എൻ്റെ മകൻ 25-ാമത്തെ വയസ്സിൽ മരിച്ചല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്യാനില്ല. കാരണം അവൻ ജനിച്ചപ്പോഴേ ദൈവം എഴുതി വെച്ചതാണ് അവൻ്റെ ആയുസ് 25. എനിക്ക് അഭിമാനം, 25 വർഷം ഈശോയ്ക്ക് വേണ്ടി അവൻ ജീവിച്ചവനാണ്. ഈശോയെ മാനിച്ചും സ്നേഹിച്ചും ആദരിച്ചും ജീവിച്ചവനാണ്. അതാണ് എൻ്റെ അഭിമാനം. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഭാര്യയോടൊട്ടിയ ഭർത്താവ്, ആ ഭാര്യയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി ആകെ തകർന്നു പോയി. പക്ഷേ രണ്ടാമത്തെ സംഭവം, ദൈവത്തോടൊട്ടി നിന്ന അമ്മ, മകനെ നഷ്ടപ്പെട്ടിട്ട് പോലും അവിടെ തകർന്നു പോകാതെ തരിപ്പണമാകാതിരുന്ന ഒരമ്മ. നമുക്ക് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് ദൈവത്തോടൊട്ടുക. സാധാരണ ഈ ഒട്ടുന്നതിനെക്കുറിച്ച്, ഒലിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി അത് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടൊട്ടിയ വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപാട് ഒട്ടാനും ഒലിപ്പിക്കാനും നമ്മൾ പോകത്തില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഒരു 4 ഗണം ആൾക്കാരെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഒന്നാമത്തെ തരക്കാരാണ് ദൈവത്തോട് കട്ടയ്ക്ക് ഒട്ടി നിൽക്കുന്നവർ. എന്ന് പറഞ്ഞാൽ അവർ, നമ്മൾ സാധാരണ പറയാറുണ്ട്, തകർക്കാൻ പറ്റാത്ത വിശ്വാസം എന്നതുപോലെ ദൈവത്തോട് കട്ടയ്ക്ക് ഒട്ടി നിന്നവർ, മരണം മുമ്പിൽ വന്നിട്ട് പോലും മരണത്തെ ഭയപ്പെടാതെ ദൈവത്തോടൊട്ടി നിന്ന് ജീവിതം മുമ്പോട്ട് നയിച്ചവർ. റോമാലേഖനം 8:35 ഇങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും, പൗലോസ്ലീഹ. അവൻ പറഞ്ഞൊരു കാര്യം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആർക്കും ഒന്നിനും എന്നെ വേർപെടുത്താൻ പറ്റത്തില്ല. ദൈവത്തോട് കട്ടയ്ക്ക് ഒട്ടി നിന്ന ഒരു വ്യക്തിയായിട്ട് പൗലോസിനെ കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത്, ഒരു വലിയ ലിസ്റ്റിൽ മരണം പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മരണത്തിന് പോലും പറ്റില്ല ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റാൻ. 2 മക്കബായർ 7-ാം അധ്യായത്തിൽ ഒരു വിധവയും 7 മക്കളും 8 പേരും കട്ടയ്ക്കൊട്ടി നിന്നവരാണ് എന്ന് പറയാൻ പറ്റും. കാരണം വീരോചിതമായിട്ട് മരണം ഏറ്റെടുത്തവർ, ദൈവത്തോട് അതുപോലെ ഒട്ടി നിൽക്കാൻ പറ്റിയത് കൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിശ്വാസം കളയാതെ ദൈവത്തോടൊട്ടി നിന്ന് രക്തസാക്ഷികളാകാൻ അവർക്ക് പറ്റിയത്. രണ്ടാമതൊരു കൂട്ടരുണ്ട്, ദൈവത്തോട് ഒരു ഒഴുക്കം മട്ടിൽ ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകും. ഒത്തിരി വലിയ പ്രാർത്ഥനയ്ക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഇല്ല, ദൈവത്തെ നിഷേധിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒഴുക്കം മട്ടിൽ അത്യാവശ്യത്തിനുള്ള പ്രാർത്ഥന, അത്യാവശ്യത്തിനുള്ള നന്മകൾ, അത് മതി എന്നും പറഞ്ഞ് പോകുന്ന വ്യക്തികൾ. വേറെ ചിലർ പറയാറുണ്ട്, ദൈവത്തോട് ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലേശങ്ങളും ദുരിതങ്ങളും കൂടുതൽ അനുഭവിക്കേണ്ടി വരും. ഒഴിവാക്കാൻ വേണ്ടി ഒരു ഒഴുക്കം മട്ടിലുള്ള ഒരു ബന്ധം ദൈവവുമായിട്ട്. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം 10-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരവസ്ഥയാണെങ്കിൽ ഒരു കാലത്ത് ദൈവത്തെ മാനിച്ച ആസ
അവനൊരു മുറിവേറ്റ് കഴിഞ്ഞപ്പോൾ, അവനെ പ്രവാചകൻ ഒന്ന് കൺഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, അവൻ്റെ കുറ്റം അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അവന് സംഭവിച്ചൊരു കാര്യം, ഭ്രാന്ത് പിടിച്ചതുപോലെ കൊട്ടാരത്തിലൂടെ ഓടി നടന്ന് കണ്ടവരെയെല്ലാം അടിക്കുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 6-10 വചനം എടുക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാതെ കണ്ട് കട്ടയ്ക്ക് ദൈവത്തോട് ഒട്ടി നിൽക്കാൻ നമുക്ക് പറ്റണം. മൂന്നാമതൊരു കൂട്ടരുണ്ട്, മനുഷ്യരോട് കട്ടയ്ക്ക് ഒട്ടി നിൽക്കും. ഞാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒട്ടി നിൽക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ തകർന്നു പോകും. അതല്ലെങ്കിൽ ഇവരുദ്ദേശിക്കുന്നത് പോലെ അവരുടെ പ്രതികരണം കിട്ടുന്നില്ലെങ്കിൽ തന്നെ മറ്റൊരാൾ അവരെ നോക്കുന്നതോ അവരെ തൊടുന്നതോ പോലും അസഹനീയമായിട്ട് അനുഭവപ്പെടുന്ന വ്യക്തികളുണ്ട്. മനുഷ്യരോട് കട്ടയ്ക്ക് ഒട്ടി നിൽക്കുന്നവർ. 1 സാമുവേൽ 18:1 മുതൽ വായിക്കുമ്പോൾ, ജോനാഥൻ്റെ ഹൃദയം ദാവീദിൻ്റെ ഹൃദയത്തോട് ഒട്ടി, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്ര ശക്തമായ ഒരു ബന്ധമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4മതൊരു കൂട്ടരുണ്ട്, എല്ലാവരോടും ഒരു ഡിസ്റ്റൻസ് ഇട്ടേ നിൽക്കത്തുള്ളൂ. ആരെയും അങ്ങോട്ട് ഉറച്ച് വിശ്വസിക്കത്തില്ല, അംഗീകരിക്കത്തില്ല, ഇനി അവർ പറയണത് മൊത്തം അങ്ങോട്ട് എടുക്കത്തില്ല. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാത്രം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. ഇതിലേത് ഗണത്തിൽ വേണേലും നമുക്ക് പെടാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന എന്താണ്, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ഒട്ടി നിൽക്കേണ്ടവർ, കട്ടയ്ക്ക് ഒട്ടി നിൽക്കേണ്ടത് ആരോടാ? ക്രിസ്തുവിനോട്, അല്ലാതെ മനുഷ്യരോടല്ല. 2 തീമോത്തി 3:12 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. നമ്മൾ മാമോദീസ സ്വീകരിച്ചത് തന്നെ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും യേശു ക്രിസ്തുവിനെ ധരിക്കാനും. അതാണ് യേശുവിനോട് കട്ടയ്ക്ക് ഒട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ. അതിന് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിന് എന്തെല്ലാം സംഭവിക്കണം? റോമ 8:9 പഠിപ്പിക്കുന്നുണ്ട്, യേശുവിൻ്റെ അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഫിലിപ്പിയർ 2:3 മുതൽ വായിച്ചാൽ യേശുവിൻ്റെ അതേ മനോഭാവം നമ്മൾ ഉൾക്കൊള്ളണം. ഫിലിപ്പിയർ 2:3 നമ്മളത് കാണുക. യോഹന്നാൻ 14:15 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അനുസരിക്കുകയും ചെയ്യണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 കൊരിന്തോസ് 1:31 വായിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ ധരിക്കുന്ന ക്രിസ്ത്യാനിയായിട്ട് ദൈവമക്കളായിട്ട് നമ്മൾ മാറണം. ഫിലിപ്പിയർ 1:29 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനെ പ്രതി സഹിക്കാനുള്ള വിളി, അനുഗ്രഹം ലഭിച്ചവരാണ് ദൈവമക്കൾ, അവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഈ രീതിയിൽ ദൈവത്തോട് കട്ടയ്ക്ക് ഒട്ടി നിന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.